ഒരു സ്ഥലത്തെ നാച്ചുറൽ വെജിറ്റേഷൻ ആ സ്ഥലത്തിൻ്റെ ക്ലൈമറ്റിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അതായത് അവിടുത്തെ ടെമ്പറേച്ചറും അവിടുത്തെ റെയിൻഫോളും ഒക്കെ ബേസ് ചെയ്തായിരിക്കും അവിടെയുള്ള കാടുകൾ രൂപപ്പെടുക. അപ്പം നമുക്കറിയാം ഇക്വേറ്ററിൽ നിന്ന് നമ്മൾ പോളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ടെമ്പറേച്ചർ പതിയെ കുറഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ റെയിൻഫോളും കുറഞ്ഞു പോകുന്നു. അതേപോലെ തന്നെ നമ്മൾ ഹൈറ്റ് കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കും. അതായത് നമ്മുടെ ഹൈറ്റ് കൂടുമ്പോൾ ഒരു മലനിരയിൽ വളരെ ഹൈറ്റുള്ള ഒരു മലനിരയിൽ ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ചും നമുക്ക് ഇതേ എഫക്റ്റ് കാണാനായിട്ട് സാധിക്കും. അതായത് ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ കുറയുന്നു. അതുപോലെ ഒരുപാട് ഹൈറ്റ് കൂടി പോകുമ്പോൾ മഴയും കുറയുന്നു. അപ്പോൾ അതായത് നമ്മൾ ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന അതേ എഫക്റ്റ് തന്നെ നമ്മൾ ഹൈറ്റ് ഉള്ള ഒരു മലനിരയിൽ പതിയെ ഹൈറ്റ് കൂടി മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്ന എല്ലാത്തരം വെജിറ്റേഷനും നമുക്കൊരു ഹൈറ്റുള്ള മലനിരയിൽ അതിൻ്റെ പല ഹൈറ്റുകളിൽ പല എലിവേഷനിൽ കാണാനായിട്ട് സാധിക്കും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഹിമാലയ. അപ്പോൾ ഹിമാലയസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 1000 മീറ്റർ വരെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് തന്നെയാണ് കാണാൻ സാധിക്കുക. അവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ ട്രോപ്പിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ട്രോപ്പിക്കൽ വെജിറ്റേഷൻസ് കാണാൻ സാധിക്കും. ട്രോപ്പിക്കൽ ഫോറസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈസ്റ്റേൺ സൈഡിലാണ് മഴ കൂടുതൽ, ഈ നോർത്ത് ഈസ്റ്റേൺ ഒക്കെ സൈഡിൽ. ഓക്കെ, അപ്പോൾ ആ സൈഡിൽ നിങ്ങൾക്ക് മഴക്കാടുകളൊക്കെ കാണാൻ സാധിക്കും. മോയിസ്റ്റ് എവർഗ്രീൻ ഫോറസ്റ്റുകളും സെമി എവർഗ്രീൻ ഫോറസ്റ്റുകളൊക്കെ അവിടെ കാണാൻ സാധിക്കും. അതേസമയം നമ്മൾ വെസ്റ്റേൺ സൈഡിലേക്ക് വരുമ്പം ഉത്തരാഖണ്ഡും അങ്ങനെ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴത്തേനും അവിടെ മഴ കുറയുന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക മോയിസ്റ്റ് ഡെസീഡിയസ് ഫോറസ്റ്റുകളാണ്. കാരണം അവിടുത്തെ റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ 100-200 സെൻറ്റിമീറ്ററിന് ഇടയ്ക്കാണ്. അതേസമയം ഈസ്റ്റേൺ ഹിമാലയസിൽ അത് 200 മുകളിലാണ്. ഇനി നിങ്ങൾ 1000 മുതൽ 3000 മീറ്റർ വരെയുള്ള ഒരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ കുറയുന്നു. ഇതൊരു ടെമ്പറേറ്റ് കണ്ടീഷൻ ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ട് മാറുന്നു. അതായത് നമ്മൾ യൂറോപ്പിലൊക്കെ കാണപ്പെടുന്ന തരത്തിലുള്ള ഒരു ടെമ്പറേച്ചർ സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടെമ്പറേറ്റ് ഫോറസ്റ്റുകളാണ് കാണാൻ സാധിക്കുക. ഇനി പലതരം ടെമ്പറേറ്റ് ഫോറസ്റ്റുകൾ ഉണ്ടായിരിക്കും. മഴ കൂടുതലുള്ള സ്ഥലത്ത് വെറ്റ് ടെമ്പറേറ്റ് ഫോറസ്റ്റ്, അതായത് നിങ്ങൾക്ക് സിക്കിമിലും അരുണാചൽ പ്രദേശിലും അതുപോലെ ഉത്തരാഖണ്ഡിലും ഒക്കെ നിങ്ങൾക്ക് വെറ്റ് ടെമ്പറേറ്റ് ഫോറസ്റ്റ് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ഹിമാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലും ഡ്രൈ ടെമ്പറേറ്റ് ഫോറസ്റ്റുകളായിരിക്കും. ഇനി നിങ്ങൾ വീണ്ടും ഹൈറ്റ് കൂടുകയാണെങ്കിൽ 3000 മുതൽ 4000 മീറ്റർ വരെയുള്ള ഹൈറ്റിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആൽപൈൻ ഫോറസ്റ്റുകൾ കാണാൻ സാധിക്കും. ഈ ആൽപൈൻ ഫോറസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈഗ ഫോറസ്റ്റിന് സിമിലർ ആയിട്ടുള്ള ഫോറസ്റ്റാണ്. അതായത് നിങ്ങൾ റഷ്യയിലും കാനഡയിലും ഒക്കെ കാണുന്ന ഈ ഫോറസ്റ്റുകൾക്ക് സിമിലർ ആയിട്ടുള്ള ഫോറസ്റ്റുകളാണ്. ഓക്കെ, സോ ഇവിടെയും നമുക്ക് മഴയുള്ള സ്ഥലങ്ങളിലാണ് ഫോറസ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഡ്രയർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഫോറസ്റ്റുകൾക്ക് പകരം പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാസ് ലാൻഡ്സ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഓക്കെ, ആൽപൈൻ പാസ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ വീണ്ടും ഹൈറ്റ് കൂടുകയാണെങ്കിൽ 4000 മുതൽ 6000 മീറ്റർ വരെയുള്ള ഹൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ടുണ്ട്ര ഫോറസ്റ്റുകൾക്ക് സമാന്തരമായ ഒരു ഫോറസ്റ്റ് ടൈപ്പാണ്. അതായത് ചെറിയ കുറ്റിക്കാടുകളും മോസസും ലിച്ചൻസും ഹെർബ്സും ഷെർബ്സും ഒക്കെ ഉള്ള തരം ഫോറസ്റ്റുകളാണ്. ഇപ്പോൾ നിങ്ങൾ ഹിമാലയത്തിലേക്ക് ഇപ്പോൾ റോത്തങ് പാസിലേക്കൊക്കെ പോയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു ഹൈറ്റ് കഴിയുമ്പോഴത്തേനും പിന്നെ മരങ്ങൾ കാണില്ല. പകരം നിങ്ങൾ ഈ കല്ലിലൊക്കെ കുറച്ച് പായലൊക്കെ പോലെ അല്ലെങ്കിൽ ചെറിയ കുറ്റിക്കാടൊക്കെ പോലത്തെ സാധനങ്ങൾ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ഇനി 6000 മീറ്റർ മുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് പോളാർ കണ്ടീഷനിലേക്ക് നമ്മൾ എത്തുന്നു. നമ്മൾ പോളിൻ്റെ അടുത്ത് ഇപ്പോൾ സൗത്ത് പോളൊക്കെ ഉള്ള സാഹചര്യമാണ്. അവിടെ ഭയങ്കര ലോ ടെമ്പറേച്ചറാണ്. ഒരിക്കൽ പോലും ടെമ്പറേച്ചർ എബോവ് ഫ്രീസിങ് സിറ്റുവേഷനിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വെജിറ്റേഷൻ നിങ്ങൾക്ക് തീരെ കാണാൻ സാധിക്കത്തില്ല. ഫ്രോസ്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്, നോ വെജിറ്റേഷൻ. ഇപ്പോൾ നിങ്ങളിപ്പം മൗണ്ട് എവറസ്റ്റിൻ്റെയൊക്കെ ഫോട്ടോ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അവിടെ വെജിറ്റേഷനൊന്നും ആ ഒരു പ്രദേശത്ത് തന്നെ ഇല്ല. ആ ഒരു പിക്ചറിനകത്ത് എവിടെയും നിങ്ങൾക്ക് ഒരു മരമോ ഒരു പച്ചപ്പോ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. അപ്പം നിങ്ങൾക്ക് ഇക്വേറ്റർ മുതൽ പോൾ വരെ പോകാനുള്ള പൈസ ഇല്ലെങ്കിൽ നമ്മളൊന്ന് ഹിമാലയൻ എക്സ്പെഡിഷൻ നടത്തിയാൽ മതി. അപ്പം ഇത്രയും ദൂരെ ഭൂമിയിൽ കാണപ്പെടുന്ന ഒരുവിധപ്പെട്ട എല്ലാ വെജിറ്റേഷനും നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ഏരിയയിൽ കാണാനായിട്ട് സാധിക്കും.